ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോൾ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. വെറുതെ കള്ളും കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അപ്പുറത്തും ഇപ്പുറത്തുള്ള നാറുകൾ. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മീഡിയക്കാരുടെ മേളമായിരിക്കും. ഒരാളുടെ നേരെ തോക്ക് ചുണ്ടെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസാ. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈകൊണ്ട് തൊട്ട് എന്റെ ശരിക്കുള്ള സ്വഭാവം ആയിരിക്കണോ പറഞ്ഞേക്കാം. തന്റെ അരയിലെന്താ? തോക്ക്. അത് ലെഫ്റ്റിലല്ലേ, റൈറ്റില്? റൈറ്റ് സൈഡിലൊന്നുമില്ല. ഒന്നുമില്ലെന്ന്. പാരമ്പര്യം, വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പം കുറച്ച് ഒതുക്കത്തിലടിക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം, നാണമില്ലടോ. അപ്പൊ അടിച്ചിട്ട് വന്നൊക്കെ വെറും ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് പോയി വാലോർക്ക്. മീഡിയക്കാരാ. മീഡിയക്കാരാ? എന്താ? രാമനുണ്ണി വിളിക്കാം. സാർ, മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലൊരു ടോക്ക് ഷോ ഉണ്ട്. ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓൾഗയാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാൻ. ഒരു മിനിറ്റ്, ഞാൻ പങ്കെടു വിളിക്കാം. അല്ല, എന്താ എല്ലാരും കൂടി ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച ലക്ക് കേട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്ക് ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലക്ക് കിട്ടുന്നോ? എന്താണ് അതൊക്കെ? എന്താണാവോ? ഈ ബ്രത്ത് അനലൈസർ ഉണ്ടോ? പോലീസുകാർ ഊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ മദ്യപിച്ചുണ്ടോ? അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ടൽ. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ, ഇല്ല. കേട്ടല്ലോ. അല്ല, ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോൾ ആയിരുന്നു. അപ്പൊ നമ്പർ കാണൂലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ. എന്താ? മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് കോളേ. ഹലോ, അനോണിമസ് അല്ലേ? അനോണിമസ്? ആരുടെ ആരാണ് അയാൾ? ഉദയഭാനു സാറിന്റെ സഹായിയാ. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഭാനു സാർ അങ്ങനെ തോന്നണില്ല. എന്തായാലും അദ്ദേഹം അടുത്ത റൂമിലുണ്ടല്ലോ, നേരെ പോയി ചോദിച്ചോളൂ. എന്തായാലും ശരി, എന്നാ ഗുഡ് നൈറ്റ്. ശരി, ചെന്നോ, എല്ലാവരും അപ്പുറത്തോടെ ചെന്നോ, ചെന്ന് ചോദിച്ചോളൂ. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പോടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. ഈസി, എന്റെ പിന്നിലെ കണ്ണ് ഇനി താനാ. ഗുരുവേ, ഇനി ഞാനാണ് ശിഷ്യ. ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. എടോ, നമുക്ക് ഓരോന്ന് ഒഴിച്ചാലോ? നമ്മൾ അപ്പൊ ഇനി മൊത്തത്തിൽ മാറുകയാണല്ലേ? ഒളിക്കും ഞാനിനി. ഹലോ സാർ, എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് കേസ് കേൾക്കില്ലേ? സാർ, ആ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് നമ്മുടെ കേസിൽ സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. അതെ സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. അവിടെ ഇരിക്കണം. എണീക്കണ്ടേ? ഹായ് സർ, വരൂ. അയ്യോ, എന്നെ കൊല്ലല്ലേ. സൂക്ഷിക്കണേ. എന്തിനാ? വെറുതെ ചുമ്മാ.
എന്നാൽ നിലവിൽ രാമനുണ്ണിക്ക് പോലീസ് സംരക്ഷണം ഉള്ളതിനാൽ കമ്മീഷൻ അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന വിധി. ശക്തമായ പോലീസ് സംരക്ഷണത്തിലും പ്രമുഖരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ബോംബെ ഹൈക്കോടതിയുടെ ഗോവിന്ദ് ഏലിയാസ് ബായ് ഗണേഷ് സിൽവെ വേഴ്സസ് വിക്രം കുമാർ എന്ന കേസിലെ വിധിന്യായം തന്റെ കാര്യത്തിലും പ്രസക്തമാണെന്ന രാമനുണ്ണിയുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ മാഡം, ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം. താമസമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. രാജേഷേ, ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന്. എന്താ അവിടെ? വീട്ടിലെ ചോരമ്മൽ ഇനിയും സ്ഥലമുണ്ടല്ലോ. ചിരിക്കുന്നൊരു ഫോട്ടോ എടുത്തു വെച്ചേക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി. രാമനുണ്ണി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. എന്താ രാമനുണ്ണി പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു കുടുംബ വഴക്ക്. മോഹൻലാലിലേക്ക് വേണ്ട, നമുക്ക് രാമനുണ്ണി വെച്ച് പ്രോഗ്രാം ചെയ്യാം. ഇനി അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ എൻ്റെ നാട്ടുകാരോട് നേരിട്ട് പറയാം, എന്നിട്ട് വരാം. ശിവ. അല്ല, അകത്ത് എന്താ ഉണ്ടായേ? അത് നീ അറിയാറാകുമ്പോ പറയാം. ഇപ്പൊ നീ എന്റെ പ്രോഗ്രാംസ് നോട്ട് ചെയ്യും. ആയിക്കരയിലെ ബുധനാഴ്ച എന്റെ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് വിത്ത് സ്ട്രോങ് പോലീസ് പ്രൊട്ടക്ഷൻ. സ്റ്റേജിൽ ഞാനും താനും ഉദയഭാനും മാത്രം. അല്ല, ഭാനു സാറ്? ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. അമ്മ കേറ്റു? എന്റെ അമ്മയാണ്. അതൊക്കെ അല്ല, CDP-ക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പാർട്ടിക്കുള്ളൂടെ ആൾക്കാര്. അതുണ്ട്. അല്ലൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ അതൊക്കെ നോക്കാനാണ് പോലീസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ മേലാൽ ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്. മനസ്സിലായോ? വാ. പുല്ലിമടയിലാണല്ലോ വന്ന് പെട്ടത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക എന്നതും ഉറപ്പായി. ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനായിരിക്കും രാമനുണ്ണിയുടെ എതിരാളിയെന്ന് പാർട്ടി വൃത്തങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഇലക്ഷനില് നമ്മ വലിപ്പിക്കുന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. രാമനുണ്ണി തോറ്റാലും അയാൾക്കൊന്നുമില്ല, എന്നെ വെട്ടാനൊരു വാള്, അത്രേ ഉള്ളൂ അയാൾക്ക്. രാമനുണ്ണി വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടിയിക്കാൻ. നാളത്തെ സമ്മേളനം അപ്പോ നമ്മ ആളെ കൂട്ടിയില്ലെങ്കിലും നാളെ ആള് കൂടും. ഏതായാലും അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൊഴുക്കട്ടെ. ഇലക്ഷൻ ചൂടിലേക്ക് എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താട്ടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSP-യുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയാൽ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ഭാനു സാർ ഉഴപ്പൊന്നല്ല. NSP-യുടെ മുഴുവൻ വോട്ടും ഭാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഭാനുമായിട്ട് സംസാരിക്കട്ടെ. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ, ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. അപ്പം ഞാൻ റെഡി ആയിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും
മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീം അംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സൺ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ എവിടെ? ആ ചാട്ടം എടുത്തേ. എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഡിവൈഎസ്പി പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എവിടെ അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെ? ചേട്ടാ വാ. 2 ദിവസം കണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയിരിക്കും. ഫുട്ബോളിന്റെ ആവേശം കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം. ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാർ. ഞാനൊട്ടും പ്രിപ്പയർഡ് അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല. അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല വേണ്ട വേണ്ട ചേട്ടാ വാ ചേട്ടാ, 10 മിനിറ്റ് മതി. പോയാലോ ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നല്ലേ? ആയിക്കോട്ടെ പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തോക്കുന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ സത്യം. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദ്. അതെ, നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിന്റെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ജസ്റ്റിൻ അത് സമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അത് മനോഹരമായി ഗോളിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഡെൽറ്റ ഫോഴ്സിന്റെ ഗോൾ വലയെ ചലിപ്പിച്ചുകൊണ്ട് ആദ്യ പകുതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ 2-ാം പകുതിയിലേക്കുള്ള വിസിൽ മുഴങ്ങുകയാണ്. ഏറനാടൻ സ്റ്റാലിയൻസ് കാണികളുടെ ആവേശവും അനുഭവവും ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് സെക്കൻഡ് ഹാഫിൽ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ? കേട്ടു. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ്.
വെച്ചതാ. വെടിവെക്കേ ഈശോയെ, ഇനി ഇവിടെ കുഴപ്പാ. He's dead. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണം. അപകട ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താന ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഹലോ, സ്ഥലം തഹസിൽദാർ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫോട്ടോഗ്രാഫർ. ഇവരെ കൂട്ടി ഇപ്പൊ തന്നെ രാമനുണ്ണിയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. കമോൺ ക്വിക്ക്. മോഹന്റെ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കും. സർ, ബോഡിയിലെ പ്രൊജക്ടൈൽ പാർട്ട്, അതായത് ബുള്ളറ്റിന്റെ ഗതി മുന്നിൽ നിന്ന് 35 ഡിഗ്രി ഡൗൺവേർഡ് ആണ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 20-22 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും. ദാറ്റ് മീൻസ് ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നും. സെക്കൻഡ് റോയിലുള്ള ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത ബുള്ളറ്റ് ഇതൊരു .32 ബുള്ളറ്റാണ്. സർ, ബൈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്ക് ഒഴികെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത രാമനുണ്ണിയുടെ റിവോൾവർ. അരമണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കും. യു ക്യാൻ വിറ്റ്നസ്. വെബ്ലിയൻ സ്കോട്ട് .32 റിവോൾവർ. .32 റിവോൾവർ. ഇതൊരു 6 ഷോട്ട് റിവോൾവറാണ്. 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യാം. ഇതിൽ 5 ബുള്ളറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബുള്ളറ്റ് ഇസ് മിസ്സിംഗ്. സർ, ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. പിന്നെ ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഷൂട്ട് ചെയ്തത് ഇവല്ലാര്? That's the only remaining thing to be proved. Sir, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു? കൊടുത്തു സാർ. Shall I proceed to arrest them? Yes, you can proceed. ഇവിടെയെങ്കിലും ഇല്ല സർ. What? Come on, search. Sir.
സഖാക്കളെ, ഒരു രക്തസാക്ഷിത്വത്തിനും നമ്മൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അതൊരു നയമൊന്നുമല്ല, വികാരമാണ്. ആ വൈകാരികമായ സംഘബോധമാണ് പാർട്ടിയുടെ അടിത്തറ. ലാൽ സലാം സഖാവേ. സെക്കൻഡ് റോയിലെ ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, രാമനുണ്ണിയുടെ തോക്കൊഴികെ. ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡായിട്ടുള്ള 3 പ്രയോർ ഇൻസ്റ്റൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫീഷ്യൻറ്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാംപ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇതിനൊക്കെ പുറമെ ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൗണ്ട് സപ്രസറാണ്, ഐ മീൻ സൈലൻസർ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസർ. ഇന്റർനെറ്റിൽ പല സൈറ്റുകളായി കിടപ്പുണ്ട്, ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണം. അതിൽ രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും വിരലടയാളമെല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ സാർ? സംഭവത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ചവിട്ടി ചതക്കപ്പെട്ട നിലയിലാണ് ഇത് കണ്ടെത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പരിചിതമായ സ്വന്തം മുഖം അധിക നേരം ഒളിച്ചു വെക്കാൻ രാമനുണ്ണിക്കാവില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഒരു ബുള്ളറ്റ്, അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തണ്ടോടാ? ഓ അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു അതല്ലേ അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാനെന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറി. അവിടെ പോയിരിക്കടാ. തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിനക്കടക്കം വിടുപണി ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് എനിക്കും നാളെ ഒരു ദിവസം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ മാറി. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവർ പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി. അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി. എനിക്ക് ജീവപര്യന്തം. 2-3 വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങി. ഇറങ്ങിയ കട്ടാൻ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. ഊരിപ്പോവാൻ നോക്കിയ കൊച്ചക്ക അറക്കുന്നതിന് ഞാൻ. പോളിംഗ് തീരണവരെ CDP-ക്കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. എലക്ഷൻ കഴിഞ്ഞ പ്രസിഡന്റ് NSP-ക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക. എന്തായാലും തോക്കും. അപ്പൊ പിന്നെ തടിയും മാനവും രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം. അടിയടാ. NSP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് കൊടുത്തിരുന്ന പിന്തുണ നിരുപാധികം പിൻവലിക്കുകയും NSPയുടെ പരിപൂർണമായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കുമെന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കും. ഗാലറിയുടെ മുകളിൽ നിന്നുള്ള 1ാമത്തെയോ 2ാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്.
ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADM-ന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പറിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ. വക്കീല് കേസ് പഠിക്കായിരിക്കും. ഏയ് ഇതെടുത്തോണ്ട് പോയി വൃത്തിയുടെ കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഈ ഒരെണ്ണം തിരിച്ചു മറിച്ചു വിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നെ സമ്മതിക്കണം. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓ, ഞാൻ ഓർക്കുന്നില്ലെന്നേ. ഞാൻ ഓർക്കണുണ്ട്. എന്നാ താൻ പോയി കുമ്പസാരിച്ചിട്ട് വാ. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കുറച്ച് മനസമാധാനം കിട്ടും. ഹെൽന, ഞാൻ എന്തേറ്റ് പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് പറയാനുള്ളത് എന്ത്? ശരി, എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല, പക്ഷെ പറയാനുണ്ട്. തൻ്റെ കൈകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ മോഹനെ കൊല്ലിച്ചത് താൻ, അല്ലെങ്കിൽ താൻ അറിഞ്ഞുകൊണ്ടാണത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണമുണ്ട്. അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് തോക്ക് ചൂണ്ടി മോഹനെ ഒരു ദിവസം പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ചാനൽ സ്റ്റുഡിയോയിൽ ഇൻസിഡന്റ്. അന്ന് അകത്തെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്കറിയാറാമോ പറയാൻ. ഇപ്പൊ എനിക്കറിയാനുള്ള പ്രായപൂർത്തിയാക്കി പറയണോ? ഞാൻ കേൾക്കാം. കേട്ടോ, പറയാം. കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. ആദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്നുള്ള മട്ടില് അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെ കത്തിക്ക് തീർന്നോണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക. ഒറ്റയ്ക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിന് മാത്രമേ വന്നത്. പൊട്ടിക്കാനാണോ? അത് നിന്റെ മുഖത്തെന്ന് അറിഞ്ഞതിന് ശേഷം. എന്താ നിനക്ക് അറിയേണ്ടത്? എന്റെ അച്ഛന്റെ മരണം. അതെ, എന്റെ അറിവോടെ തന്നെയാണ്. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാണ് ഞാനിവിടം വരെ എത്തിയത്. മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. ആ എന്നെ പഠിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി തന്നെ തീർത്തു. അറിയുമ്പോ എല്ലാം അറിഞ്ഞു. അത് NSPക്കാരുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസിലെ 2 യഥാർത്ഥ പ്രതികളെ മാറ്റാൻ. നിന്റെ ഉദയഭാനുവിന് ചെയ്തു തരേണ്ടി വന്നൊരു ഫേവർ. പിന്നെ അറബുകാരനെ സപ്ലൈ ചെയ്തതും ഉദയഭാനു. മതിയോ? ഇനി എപ്പോഴാ പൊട്ടിക്കുന്നത്? കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്? പറയണോ? താനാണോ അത്? വണ്ടർഫുൾ. ഇതുവരെ ടിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ്.
നാളെ ഈവനിങ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ ചാനലുകൾക്കും പ്രോമോ അറ്റാച്ച് ചെയ്ത മെയിൽ സെൻഡ് ചെയ്യണം. വൈകിട്ട് 7:30 മണി വരെ കേരളം മുഴുവൻ കാത്തിരിക്കണം, ചർച്ച ചെയ്യണം. തല്ലുകൊള്ളുമ്പോ വേദന കുറച്ചേ അറിയൂ. എനിക്ക് വേണ്ട. കുടിക്കാൻ What's happening there? പറയാൻ ആ തന്തയില്ല കഴിവുറമോൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 2. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേസ് നമ്പർ 1, ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്, ഒരു കുറ്റവാളിയുടെ ഒളിവ് ദിനങ്ങൾ. അമ്പാടി മോഹനൻ വധം, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖംമൂടി അണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്, എപ്പിസോഡ് 1. ഇത് മെയിൽ അറ്റാച്ച്മെന്റാ. എല്ലാ ചാനലിലും ഇതിന്റെ കോപ്പി ഉണ്ട്. ഹോട്ട് പെർസ്യൂട്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, മെയിൽ വെച്ച് വർക്ക് തുടങ്ങുക. കമോൺ ഫാസ്റ്റ്. അറിയാലല്ലേ ഉമ്മ, ഞാനവിടെ മത്സരിക്കുന്നത്. നമ്മുടെ ഓട്ടോറിക്ഷ. നമസ്കാരം. ശത്രുക്കളാരും കൈകോപ്പിയെ പറ്റുള്ളൂ. ടിവിയിൽ രാമനുണ്ണി. എന്തോ രാമനുണ്ണി ടിവിയിലെന്ന്. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച അമ്പാടി മോഹനൻ വധത്തിന്റെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളുമായി ഹോട്ട് പെർസ്യൂട്ട്. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന രാമനുണ്ണിയും തോമസ് ചാക്കോയും ക്യാമറ കണ്ണുകൾ. അമ്പാടി മോഹനൻ വധം, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖംമൂടി അണിഞ്ഞ ഈ ചെന്നായുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. സർ, സൈറ്റിന്റെ IP അഡ്രസ്സും മെയിലിയുടെ IP അഡ്രസ്സും സിംഗപ്പൂരാണ് കാണിക്കുന്നത്. വാട്ട്? അവർ സിംഗപ്പൂരാണുള്ളതെന്നല്ല, ഇത് സ്പൂഫിംഗ് ആണ് സർ. IP സ്പൂഫിംഗ്. സത്യം പറയണം. രാമനുണ്ണി അത് ചെയ്യില്ല. തല്ലി കൊന്നിട്ടായാലും അവനെ കൊണ്ട് പറയിപ്പിക്കണം. രാമനുണ്ണി എന്നെ തല്ലല്ലേ രാമനുണ്ണി. രാമനുണ്ണി ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ അയ്യോ, രാമനുണ്ണി എന്നെ തല്ലല്ലേ. അയ്യോ, ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കോ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ അയ്യോ, അയ്യോ തല്ലല്ലേ, അയ്യോ തല്ലല്ലേ. ഉള്ളത് പറഞ്ഞോ. ചെയ്യാത്ത കാര്യത്തിന് ഞാൻ അകത്ത് പോവില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ പോവും. പറടാ, പറയാൻ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബുള്ളറ്റ് മാറ്റിയിട്ടില്ല. കള്ള് മൂത്തപ്പ നീ കരഞ്ഞോട് പറഞ്ഞില്ലടാ നിനക്ക് കുമ്പസാരിക്കണോന്ന്. അതല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാടാ നിനക്ക് കുമ്പസാരിക്കാൻ? ഞാൻ പറയാം.
ആ തന്തയില്ല കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രചരണത്തിൽ തനിക്ക് വേണ്ടി വലിയ ആത്മാർത്ഥ അധ്വാനമൊന്നും വേണ്ടെന്നും പറഞ്ഞു. ആരെ? ആ ചെറ്റ ഉദയഭാനു. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് തൻ്റെ പല ഇലക്ഷൻ സ്ട്രാറ്റജിയും അന്നത്തെ പ്രോഗ്രാമും ഒക്കെ അയാൾക്ക് പറഞ്ഞും കൊടുത്തു. ആരാ? ഉദയഭാനാണോ വിളിക്കാറ്? അല്ല, സുധി. ലാസ്റ്റ് എന്നാ വിളിച്ചത്? ലാസ്റ്റ് അന്ന് ഫുട്ബോൾ മാച്ച് നടന്നില്ലേ, അന്ന് വൈകിട്ട്. അന്ന് നീ എന്താ പറഞ്ഞത്? അന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കളി കാണാൻ പോവാന്ന് പറഞ്ഞു. എന്റെ പൊന്നു രാമനുണ്ണി, ഞാൻ വേറെ ഒരു തെണ്ടിത്തരം തന്നോട് ചെയ്തിട്ടില്ല. തോക്കി നുണ്ട മാറ്റുക പറഞ്ഞ അത്രയും വലിയ തെണ്ടിത്തരം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. ഞാൻ വെറും ഒരു പോഴന, വെറും പോത്ത്. താൻ എന്നെ ഒന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ കൊന്നോ. പിന്നെ ആരായിരിക്കും? പിന്നെ സാധ്യത ഒരാളാവാനാ. ഡിവൈഎസ്പി പോൾസൺ ദേവസി. തോക്ക് വീട്ടിൽ നിന്ന് സീസ് ചെയ്യുമ്പോൾ ഒരു ഉണ്ട മാറ്റാനാണോ അയാൾക്ക് പാട്? തന്നെ പെടുത്താനാണ് പാർട്ടി തീരുമാനിച്ചെങ്കിൽ ഏയ്, അയാളങ്ങനെ ചെയ്യില്ല. എന്നെ പെടുത്തിയ രക്ഷപ്പെടുന്നത് ഒറിജിനൽ പ്രതിയാ. അയാൾ അതിന് കൂട്ടിക്കില്ല. എങ്കിൽ താൻ ശരിക്കും ഓർത്ത് നോക്ക്. അന്ന് 6 ബുള്ളറ്റ് തന്നെ ലോഡ് ചെയ്തിരുന്നു എന്ന് തനിക്ക് ഉറപ്പാണോ? കിട്ടി. കോർ കമ്മിറ്റി മീറ്റിംഗിന്റെ അന്ന് രാവിലെ ഞാൻ റൈഫിൾ ക്ലബിൽ പ്രാക്ടീസിന് പോയിരുന്നു. 2 തവണ ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അതായത് 6 ബുള്ളറ്റ് വീതം. 3ാമത് ലോഡ് ചെയ്തിട്ട് 1 ബുള്ളറ്റ് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ആ സമയത്താണ് സാഗർ സാറിന്റെ ഫോൺ വന്നത്, 10 മണിക്ക് കൊച്ചിയിലെത്തണമെന്നും പറഞ്ഞു. ഓ, ഇതിനൊക്കെ ആരെങ്കിലും സാക്ഷിയുണ്ടോ? ഉണ്ടടോ, ട്രെയിനർ സിബി ചാക്കോ. എന്റെ മാതാവേ, സോറിഡോ, വേദനിച്ചു. പോയാ മാതാവിനെ വിളിച്ച വാവണ്ടനെ വേറൊന്നും വിളിപ്പിക്കല്ലേ. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? തൊടുപുഴ CA കണക്ട് ചെയ്യും. നെക്സ്റ്റ് എപ്പിസോഡ് എപ്പോഴാന്ന് പറഞ്ഞില്ലല്ലോ. ആ ദീപക്കെ, ഓരോ വിഷ്വലും ഫ്രീസ് ചെയ്ത് സൂം ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഉപകരണം, പേര്, അങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും. റൈഫിൾ ക്ലബിലെ ട്രെയിനർ സിബി ചാക്കോ, അയാളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. നമുക്ക് മുന്നേ മീഡിയയ്ക്ക് അയാളെ കിട്ടരുത്. ഞാൻ ഉടനെ എത്തും. നിങ്ങൾ ഈ ചോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. കതറിട്ടവന്മാരൊക്കെ ധൈര്യമില്ലാത്ത നാറികളാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഉറപ്പുമില്ലാത്തൊരു കാര്യത്തിന് പട്ടിയെ തല്ലുന്ന പോലെ താനെന്നെ തല്ലിയത്. അതിന് താനൊരു എന്നോട് മിണ്ടാതിരുന്നില്ലേ? ആഹാ, മിണ്ടാതിരിക്കുന്ന ഒരു ശിക്ഷയാ? ഞാനെന്താ തൻ്റെ ഭാര്യയോ? തനിക്ക് തിരിച്ചു പോകണം. പോകുമ്പോൾ എന്തായാലും ഇനി ഒരുമിച്ച് പോകാം. അതകത്തേക്കായാലും പുറത്തേക്കായാലും. ഞാൻ എത്ര സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ 2 പേർക്ക് ഓൾറെഡി ഞാൻ തന്നെ കൊള്ളണ്ടേ? ഞാനായിട്ട് എന്തിനാ തനിക്ക് കിട്ടാനുള്ളത് മുടക്കുന്നത്? ഓ, അങ്ങനെ കിട്ടുമ്പോൾ എനിക്കും കിട്ടണം, തനിക്കും കിട്ടണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ചിരിക്കണ്ട. എന്തെങ്കിലും അറിഞ്ഞു? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഒന്നേ ഉള്ളൂ? അല്ല, വേറൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതി തള്ളി. ഹൈക്കോടതിയിൽ മറ്റന്നാ ഫയൽ ചെയ്യും. ഏയ് വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറ. പോലീസ് പറയുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എന്നിട്ട് മതി. പെട്ടെന്ന് വേണം. ആ ഡിവൈഎസ്പി പോൾസൺ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. എന്തെങ്കിലും തുമ്പ് കിട്ടി ഇവിടുന്നെങ്ങാനും പൊക്കിയ ഞാനും കൂടി അകത്താ, കുറ്റവാളികളെ ഒളിപ്പിച്ചതിന്. അതൊന്നും പേടിക്കേണ്ട ഹെലന. IPC 216 എക്സെപ്ഷൻ വെച്ച് ഭാര്യയാണ് ഒളിപ്പിച്ചെങ്കിൽ കേസെടുക്കാൻ പറ്റില്ല. ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനും എക്സെപ്ഷൻ ബാധകമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഇതിലെന്തത്ര മനസ്സിലാക്കാനുള്ളത് ഹെലന? തൽക്കാലം ഇപ്പൊ എന്റെ മനസ്സിൽ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതൊന്ന് സമാധാനമായിട്ട് തീരട്ടെ. പ്രേമിക്കാനും കെട്ടാനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എങ്ങനെ ജീവിക്കും, നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു ഉറപ്പേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഹലോ, ഒന്നും പറയണ്ട. ലവ് യു ടു.
ആഹാ ഇതിനിടയിലപ്പോ ഒന്നും പറയണ്ട. ഉളക്കല് കാര്യം. പോടും. സാക്ഷി അറസ്റ്റ് ചെയ്തത് ഏത് നിയമം വെച്ചാണ് സാർ? അറസ്റ്റ് ചെയ്തല്ല, മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാണ്. പ്ലീസ് മൂവ്. മാറി കൊടുക്കണം. സർ ഇരിക്കും. പ്രോഗ്രാം കണ്ടായിരുന്നു? ഓ സർ, അതിൽ പറഞ്ഞ കാര്യം, അതായത് സിബിയുടെ പ്രസൻസിൽ നടന്ന കാര്യം ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം. ഡേറ്റ് ഓർമ്മയില്ല, ഡെയിലി രജിസ്റ്റർ നോക്കിയാൽ കൃത്യമായിട്ട് പറയാം. അതൊക്കെ പിന്നെ നോക്കാം, പറയൂ. ഈ സ്റ്റാൻസിൽ നിന്ന് കഴിഞ്ഞാൽ റീകോയിൽ നമ്മുടെ കൺട്രോളിൽ വരും. ലിഫ്റ്റ് ആൻഡ് ഫയർ. ട്രൈ. ലോഡ് ചെയ്യും. സർ, ഫോൺ. ഹലോ സാർ, ഞാനിപ്പോൾ തൊടുപുഴയിലാണ്. ആണോ? ഓ, ഞാനെത്താം സാർ. ശരി. സാഗർ സാറാ, പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അല്ല, ഇത് ഫിനിഷ് ചെയ്ത് പോയാൽ പോരെ? എന്തായാലും ലോഡ് ചെയ്തല്ലേ? അല്ല, 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം പിടിച്ചാലേ എത്താൻ പറ്റൂ. പിന്നീട് എന്തെങ്കിലും രാമനുണ്ണി വന്നിട്ടുണ്ടോ? അവസാനമായിട്ട് എന്നാ വന്നത്? ഓക്കെ, ആ ഡെയിലി രജിസ്റ്ററിന്റെ റിലവൻറ്റ് പേജ് ഒന്ന് മെയിൽ ചെയ്തേ. ഷുവർ സർ. സർ, പ്രൊസീജിയർ സിമ്പിൾ. ADGP ഇന്റലിജൻസ് ഐസെപ്റ്റ് DGക്ക്, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം DGക്ക് ഒരു റിക്വസ്റ്റ് മെയിൽ ചെയ്യണം. മാക്സിമം 48 മണിക്കൂർ. ദ സൈറ്റ് വിൽ ബി ബ്ലോക്ക്ഡ്. പേടിക്കേണ്ടെന്ന് തോന്നുന്നു. സർ, അടുത്ത എപ്പിസോഡ് എന്ന്, എപ്പോൾ എന്നവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ സർ. മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കാതെ 2 മണിക്കൂറോളം തൊടുപുഴ CI ഓഫീസിൽ തടഞ്ഞുവെച്ച സിബി ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ഞാൻ പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് പർസ്യൂട്ടിൽ തന്റെ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് കാണാതായതിനെക്കുറിച്ച് രാമനുണ്ണി പരാമർശിച്ച സംഭവം തികച്ചും സത്യമാണെന്ന് സിബി ചാക്കോ മാധ്യമങ്ങളോട് ആവർത്തിച്ചു.